പ്രശസ്ത സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഒരു നോവലാണ് മാറ്റാത്തി. തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ അവതരിപ്പിക്കുന്നത്. ലൂസിയുടെയും അവൾ ജീവിക്കുന്ന മറയപുരം എന്ന ഗ്രാമത്തിൻ്റെയും കൂടി കഥയാണ് മാറ്റാത്തി. ലൂസിയാണ് നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മാതാപിതാക്കൾ ഉപേക്ഷിച്ച് അനാഥയായ ലൂസി തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഇളയമ്മയായ ബ്രിജിത്തയുടെ കൂടെയാണ് ജീവിക്കുന്നത്. 86 വയസ്സുള്ള വൃദ്ധ ലൂസിയെ ഒരു വേലക്കാരിയുടെ മട്ടിലാണ് കാണുന്നത്. ബ്രിജിത്തയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവരെ പരിചരിച്ചു പോരുന്നുണ്ടെങ്കിലും ബ്രിജിത്ത ലൂസിക്ക് വേണ്ട പരിഗണനയോ സ്നേഹമോ ഒന്നും കൊടുക്കുന്നില്ല. ബ്രിജിത്താമ്മയ്ക്കൊപ്പം ആട്, കോഴി, പശു എന്നീ ജീവിവർഗങ്ങളെയും ചീര, മുളക്, മുരിങ്ങ എന്നിങ്ങനെയുള്ള സസ്യവർഗ്ഗങ്ങളെയും സംരക്ഷിച്ച് പരിചരിച്ചു പോരുന്നത് ലൂസിയാണ്. ലൂസി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളാണ് എന്നും നേരം വൈകി ഓടിയെത്തുന്ന ക്ലാസ്സിലെ ഒരേ ഒരു കുട്ടി. അതിൻ്റെ പേരിൽ കുട്ടികൾ അവളെ കളിയാക്കി ചിരിക്കാറുണ്ട്. ലൂസിയെ ചാണകം മണക്കുന്നെന്ന് പറഞ്ഞ കുട്ടികൾ പിന്നിലെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തുന്നു. ലൂസിയുടെ ജീവിതം ബ്രിജിത്ത ആ വലിയ വീട്ടിലെ ചുമരുകൾക്കുള്ളിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് പുരുഷന്മാരോട് ഇടപഴകുന്നത് ഒട്ടും അവർക്ക് താല്പര്യമുള്ളതല്ല. അങ്ങനെ അവൾ പുരുഷന്മാരോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള നീളം വടികൊണ്ട് തല്ലുമെന്നവർ താക്കീത് ചെയ്യുന്നുണ്ട്. അടുക്കള വശത്തെ വേലിക്കൽ പടർത്തിയിട്ടുള്ള കോവൽ വള്ളികൾക്കിടയിലൂടെയാണ് ലൂസി രഹസ്യമായി ലോകത്തെ നിരീക്ഷിക്കുന്നത്. തന്നേക്കാൾ മുതിർന്ന തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സേതു എന്ന പയ്യനോടുള്ള ഇഷ്ടം ലൂസി മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സേതു തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൾ. അലക്കുകാരി ചെറോണ, ബ്രിജിത്തയുടെ ബന്ധത്തിൽപ്പെട്ട സെലീന എന്ന പെൺകുട്ടി, സുന്ദരി, പള്ളിയിലച്ചൻ എന്നിവരാണ് നോവലിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ ലൂസി വലിയ ആഗ്രഹത്തോടെ കോളേജിൽ ചേരുന്നു. അവിടെ അവൾക്ക് സുന്ദരി എന്നൊരു കൂട്ടുകാരിയെ ലഭിക്കുന്നു. കോളേജ് ജീവിതത്തിൽ പല പുതിയ മനുഷ്യരെയും ലൂസി കണ്ടുമുട്ടുന്നു. എന്നാൽ കോളേജിലെ ഒരു സാറിൻ്റെ മോശം പെരുമാറ്റം മൂലം വൈകാതെ അവൾക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. ലൂസിയുടെ കഥയ്ക്ക് സമാന്തരമായി തന്നെ മറിയപുരത്തിൻ്റെ കഥയും നോവലിൽ നമുക്ക് കാണാം. മറിയപുരത്ത് ബീറ്റിൽസ് ആരാധകനായ പള്ളിയിലച്ചൻ ഗ്രാമത്തിലെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നിർമ്മിച്ചു നൽകുക എന്ന മനോഹരമായ സ്വപ്നത്തിന് പിന്നാലെയാണ്. കാൽക്കാശ് കയ്യിലില്ലാത്ത അച്ഛൻ വിചാരിച്ചാൽ കാര്യം നടക്കുമോ എന്ന് മറിയപുരത്തുകാർക്ക് സംശയമുണ്ട്. അച്ഛൻ ഇതിന് മറുപടിയായി പറയുന്നത്, തമ്പ്രാൻ സഹായിച്ച് ജർമ്മനിയിൽ നിന്ന് എങ്ങാനും കാശ് വന്നാൽ മറിയപുരത്തിൻ്റെ മോച്ചായ ഞാൻ മാറ്റും എന്നാണ്. നോവലിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ബ്രിജിത്ത രോഗാവസ്ഥയിലാവുന്നു. ആ സമയം അവരുടെ സ്വത്തിൽ കണ്ണു നട്ടുകൊണ്ട് പല ബന്ധുക്കളും എത്തുകയാണ്. എന്നാൽ ബ്രിജിത്ത രോഗത്തെ അതിജീവിക്കുന്നു. നോവലിലെ കാലം മുന്നോട്ട് പോകുമ്പോൾ നോവലിലെ പല കഥാപാത്രങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കഥയുടെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ബ്രിജിത്ത മരണപ്പെടുന്നു. അതോടുകൂടി ആ വലിയ വീടിന് അന്യയാവുകയാണ് ലൂസി. ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തൻ്റെ ബാക്കിയുള്ള ജീവിതം അലക്കുകാരിയുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നിടത്ത് വെച്ചാണ് കഥ അവസാനിക്കുന്നത്. തൃശ്ശൂർ ഭാഷയിലാണ് ഇതിലെ സംഭാഷണങ്ങളെല്ലാം. ലൂസിയുടെ ജീവിത സന്ദർഭങ്ങളിലേക്ക് പ്രകൃതിയെ കൂടി ഇണക്കി ചേർത്തിട്ടുള്ള വിവരണം വളരെ മനോഹരമായിട്ടുണ്ട്. ചന്തു മേനോൻ അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതിയാണിത്.